നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും പ്രണയിക്കുന്നതും പ്രകൃതിയാണ്. ഇപ്പോൾ പ്രകൃതിയിലിപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ചില വൃക്ഷങ്ങളെ ഇത് കൊള്ളാം എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ചില കിളികളെ കാണുമ്പോൾ നമ്മൾ ഏഴുവർണ്ണക്കിളി, മയിൽ, അപ്പോൾ അങ്ങനെയുള്ള ചില കിളികളെ നമുക്ക് ഇഷ്ടം തോന്നാറുണ്ട്. ഇതേപടി നമ്മൾ പ്രകൃതിയെയും മൃഗങ്ങളെ സ്നേഹിക്കുന്ന വഴി തന്നെ ചില ആളുകളെയും നമ്മൾ കാണുമ്പോൾ ഇവരെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഇത് തോന്നും. അപ്പോൾ അവരും എവിടെയോ, അപ്പോൾ ഇത് ചിലപ്പം അപ്പോൾ ഉടനെ മറ്റാളുടെ കമൻ്റ് ഉണ്ടാവും, ഇത് മുൻജന്മ സുഹൃതമായിരിക്കാമെന്ന്. ശരിയായിരിക്കാം. കാരണം പൂർവ്വജന്മത്തിൽ ഈ പറഞ്ഞ സ്ത്രീയോ പുരുഷനോ ചിലപ്പം ഏതെങ്കിലും രീതിയിൽ ഭാര്യയോ ഭർത്താക്കന്മാരായിരുന്നേക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ അവർ സുഹൃത്തുക്കളായേക്കാം. ഇല്ല എന്ന് നമുക്കൊരിക്കലും ഒരു ശാസ്ത്രം തെളിയിക്കാൻ പറ്റത്തില്ല ആയിരിക്കാം. കാര്യം പലരോടും തോന്നുന്ന സ്നേഹവും ഇഷ്ടവും അതിൻ്റെ തലവും ഏകദേശം 100% അങ്ങനെ വന്നേക്കാം. കാര്യം ഇപ്പോൾ ഒരുപോലെ ഇരിക്കുന്ന 7 പേരുണ്ടെന്ന് നമ്മുടെ ശാസ്ത്രം തെളിയിച്ചേക്കുന്ന അവസരത്തിൽ അതിന് ഒരുപാട് കാരണമുണ്ട്. കാരണം ഇപ്പോൾ ഒരാളെ കണ്ട ഇതെൻ്റെ മരിച്ചുപോയ സഹോദരിയെ പോലെ ഇരിക്കുന്നു, അല്ല എൻ്റെ മാമൻ്റെ മോളെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയെ പോലെ ഇരിക്കുന്നു എന്ന് ഒരാൾക്ക് തോന്നുന്നെങ്കിൽ, അല്ല അവരും പറയും എൻ്റെ ഒരു രാജേട്ടൻ മുമ്പ് ഇതുപോലെയായിരുന്നു, നിന്നെപ്പോലെ ആയിരുന്നു. അതെല്ലാം പൂർവ്വജന്മങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെന്നായിരിക്കും ഇപ്പോഴും സമ്മർദ്ദിക്കാൻ ഞാൻ പറയുന്നത്. കാര്യം ആയിരിക്കാം. കാര്യം അതിന് ചില മിത്തുകളുണ്ടാവും. ഇപ്പോൾ നമ്മൾ തന്നെ ചില സാഹചര്യങ്ങളിൽ പുരാണങ്ങളിൽ തന്നെ നമുക്കത് എടുക്കാൻ പറ്റും. ഈ പൂർവ്വജന്മ കഥകൾ, പൂർവ്വജന്മ സാധ്യതകൾ നിരവധിയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ മുൻജന്മ സുഹൃതം എന്ന് നമ്മൾ പറയാറുണ്ട്. മുൻജന്മ സുഹൃതവും ഇത് തന്നെയാണ്. കാര്യം നമുക്ക് കിട്ടുന്നൊരു ഭാര്യ ഏറ്റവും നല്ല ഭദ്രമതിയായ ഭാര്യയാണെങ്കിൽ നമ്മൾ അവളോട് പറയാറുണ്ട്, നിന്നെ എനിക്ക് കിട്ടിയതൊരു മുൻജന്മ സുഹൃതമായിരിക്കാം. അപ്പോൾ ആയിരിക്കാം. കാര്യം അത് നമുക്ക് ഒരിക്കലും ഇതിനെ തള്ളിക്കളയാൻ ഒരു ശാസ്ത്രത്തിനോ ഇതിനോ പറയാൻ പറ്റത്തില്ല. കാര്യം പൂർവ്വജന്മത്തിലുണ്ടാകുന്ന ഒരുപാട്, ഇപ്പം നമ്മുടെ ചരിത്ര ഏടുകൾ എടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ തമിഴ്നാട്ടിൽ പോയിട്ട് ഏടുകൾ, പക്ഷെ അവർ പറയുന്നതിൽ ഏകദേശം പൂർവ്വജന്മങ്ങളുടെ സംഭവങ്ങൾ, ഇപ്പോൾ പല കുടുംബക്ഷേത്രങ്ങൾ, കുടുംബ വിഷയങ്ങൾ, ഇതൊക്കെ ആദരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒത്തുവായിക്കുമ്പോൾ അത് ശരി തന്നെയാണ്. അത് ശരിയായിരിക്കണമെങ്കിൽ നമുക്ക് ആ പൂർവ്വജന്മം നമുക്കുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. കാര്യം നമ്മുടെ പൂർവികരെന്ന് പറയുന്നത് നമ്മുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ, അമ്മമ്മയുടെ അമ്മമ്മ, ഇങ്ങനെ വന്ന ഇവരുടെ ഏതെങ്കിലും ഒരു വകുപ്പിൽ എന്തെങ്കിലുമായിട്ട് സാദൃശ്യമായ സാധനങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുന്നെങ്കിൽ അത് പൂർവ്വജന്മം എന്നായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് 100% കഴിഞ്ഞേക്കാം.